ഇവിടെ തിരൂർ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളിതാ ജലീൻ്റെ ഈ ഒരു വണ്ടിയിൽ എങ്ങോട്ടെങ്കിലും പോകുക ഒരു പതിവാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് നേരെ പോകുന്നത് നമ്മൾ മാളുത്താൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. നമുക്ക് കുട്ടി ജിങ്കുവിനൊന്ന് കണ്ടുവരാമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ എനിക്ക് തീരെ ക്ഷമ ഉണ്ടായിരുന്നില്ല. നേരെ തന്നെ അതാ അടുത്ത് തന്നെ അതിനോട് വേഗം എത്തിയിട്ടുണ്ടായിരുന്നു. എന്നാലും ബുള്ളറ്റിൽ പോകാമെന്ന് പറയുന്ന ഒരു പ്രത്യേക ഫീലാണല്ലോ. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് കേട്ടോ അയാൾ എന്നെ വിചാരിക്കുന്നുണ്ടോ, ഓ ഇന്നലെ ഒരു സ്വൈര്യം തന്നില്ല, ഇന്നും സ്വൈര്യം കെടുത്താൻ വേണ്ടി വന്നതാണോ എന്ന് ആലോചിക്കുന്നുണ്ടാവും നമ്മുടെ ജിങ്കു. ഇയാളെ കാണാനാ വേണ്ടിയിട്ടാണ് ഞാൻ ഓടി ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹൈസാപ്പു അപ്പോഴേക്കും തന്നെ അവിടുത്തെ ആളായി മാറിയിട്ടുണ്ടായിരുന്നേ. കിച്ചണിൽ പോയി നോക്കുമ്പോൾ നല്ലതാ മാന്തക്കറിയൊക്കെ തിളയ്ക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഉപ്പേരിയും ചോറും ഒക്കെ റെഡിയായി നിൽക്കുന്നു കേട്ടോ. ഇനിയിപ്പോൾ അങ്ങോട്ട് കഴിച്ചാൽ മതി. അവിടെ എത്തിയപ്പോൾ നിശക്ക വാവനെടുത്തപ്പോൾ ഹൈസക്കും എടുക്കണം എന്ന് പറഞ്ഞിട്ട് അവർ ഭയങ്കര അടിയായിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഹൈസ എടുത്തു കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ, ആളങ്ങ് അമർത്തി അങ്ങ് ഇട്ടാളും. പിന്നെ നമുക്ക് തന്നത് ജ്യൂസായിരുന്നു, നല്ല ബട്ടർ ഷേക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാകും. മറ്റേ ചെറിയ ആൾ നുണച്ചിറക്കുന്നുണ്ടായിരുന്നു, കൊടുക്കാൻ പറ്റില്ലല്ലോ. എന്നാലും നിശക്ക കുറച്ചൊക്കെ ഇങ്ങനെ വായിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ.